ഹലോ ഗായ്സ്, ബച്ചത്ത് ഞാൻ നേരുണ്ട്. ക്രിസ്മസ് അപ്പൂപ്പനെ പോലെ ഉണ്ട്. അപ്പൊ എന്റെ ചാനൽ അടിച്ചു പോവും. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മുടെ ഓണത്തിന്റെ തലേ ദിവസം. ഞാൻ ആക്ച്വലി അങ്ങനെ ഓണം ഒന്നും അധികം നാട്ടിൽ ആഘോഷിച്ചിട്ടില്ല കേട്ടോ. ഒന്നോ രണ്ടോ ഒക്കെ തവണയാണ് നാട്ടിൽ ആഘോഷിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ പറയും ലൈക്ക് ഭയങ്കര എക്സൈറ്റഡ് ഒക്കെ ആയിരിക്കുമല്ലോ. അങ്ങനെ ഒരു എക്സൈറ്റ്മെന്റ് എനിക്ക് ഇല്ല. ബിക്കോസ് ഞാൻ മിക്ക ഓണങ്ങളും ആഘോഷിച്ചത് സലാലയിലാണ്. അവിടെ പിന്നെ പരിപാടികളൊക്കെ വരുമ്പോൾ ആ പരിപാടിയുടെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടെങ്കിലും ഓണത്തിൻ്റെതായിട്ടുള്ളൊരു അങ്ങനെ ഇല്ല. പിന്നെ നമ്മൾ പിന്നെ ഇവിടെ പൂക്കളം അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. നാളെ നമ്മൾ സദ്യ വെക്കുന്നുണ്ട്, ചെറിയൊരു സദ്യ. പിന്നെന്താ, അപ്പം അതിൻ്റെ ക്ലീനിങ്ങും പിന്നെ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒന്ന് ഞാൻ ഫ്രീ ആണ്, അപ്പോൾ കുറച്ച് ക്ലീനിങ്ങും പിന്നെ നാളത്തെ സാധനങ്ങൾ മേടിക്കേണ്ടതും ഒക്കെ ലിസ്റ്റ് എഴുതണം. പിന്നെ അങ്ങനെ പിന്നെ ഇന്ന് ഡാൻസ് പ്രാക്ടീസ് ഉണ്ട്. നമ്മുടെ ഓണത്തിൻ്റെ പരിപാടി 30-ാം തീയതിയാണ്, അപ്പോൾ അതിൻ്റെ ഡാൻസ് പ്രാക്ടീസ് ഉണ്ടാവും. പിന്നെ ഇന്ന് 2 ബർത്ത്ഡേ ക്ഷണം ഉണ്ട്. ഒരെണ്ണം കിഡ്സ് പാർട്ടിയാണ്. അപ്പോൾ കുഞ്ഞാപ്പിനെ അവിടെ പറഞ്ഞു വെച്ചിട്ട് വേറെ ഏട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സാറിൻ്റെ മോൾക്ക് ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും അങ്ങോട്ട് പോകുമെന്ന് വിചാരിച്ചിരിക്കണം. അങ്ങനെ ഗൈസ്, അപ്പോൾ രാവിലത്തെ ഫുഡ് ഞങ്ങൾ കഴിച്ചിട്ടില്ല കേട്ടോ. രാവിലെ ദോശയാണ്. ദോശയും നമ്മുടെ റെഡ് ചട്നിയില്ലേ, അതുണ്ടാക്കാനാണ് പ്ലാൻ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങണം. കുഞ്ഞാപ്പി നല്ല ഉറക്കമാണ്. സോ അപ്പോൾ അവൾ എണീക്കുമ്പോഴേക്കും ഫുഡൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഗൈസ്. പിന്നെ അവൾ എണീറ്റ് കഴിഞ്ഞ് വരുമ്പോഴേക്കും ദീപ്തി ചേച്ചി വരും ഡാൻസിന്. അത് കഴിഞ്ഞിട്ട് സാധനങ്ങൾ പോയി മേടിക്കാനാണ് പ്ലാൻ. അപ്പോൾ നമുക്ക് ദോശ പൊളിച്ചാണോ ഉദയത്തിന് അറിയാം. തണുപ്പ് കാലത്തൊന്നും ദോശ അധികം പൊളിക്കില്ല കേട്ടോ. ആ വിൻ്റർ ടൈമിൽ ഇവിടെ നല്ല തണുപ്പാവുമല്ലോ. ഇപ്പോൾ ചിലപ്പോൾ പൊളിച്ചിട്ടുണ്ടാവണം, ഞാൻ നോക്കിയിട്ടില്ല. സോ ഗൈസ്, നമുക്ക് നോക്കിയിട്ട് വരാം. പൊളിച്ചോ നോക്കാം. യെസ്, മാവ് പൊളിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റെഡ് ചട്നി ഉണ്ടാക്കണം. മാവ് പൊളിച്ചപ്പോൾ എന്തൊരു സന്തോഷമായി എന്നറിയോ. പണ്ടൊക്കെ അമ്മ ഇങ്ങനെ അടുക്കളയിൽ കയറിയിട്ട് മാവ് പൊളിച്ച് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. എനിക്ക് രാവിലെ എണീക്കുമ്പോൾ അന്നേരം ഞാൻ ചിന്തിക്കാറുണ്ട്, ഈ മാവ് പൊളിച്ചതിന് ഇപ്പം എന്തിനാ ഇത്ര സന്തോഷം കാണിക്കുന്നില്ല. പക്ഷെ അടുക്കളയിൽ ഞാൻ കയറി തുടങ്ങിയപ്പോഴാണ് എനിക്ക് ആ ഒരു സന്തോഷത്തിൻ്റെ റീസൺ അതെനിക്ക് മനസ്സിലായത്. ബിക്കോസ് രാവിലെ എൻ്റെ ഇതെങ്ങാനും പൊളിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ ദൈവം, എനിക്ക് പ്രത്യേകിച്ച് വിൻ്റർ സമയത്തൊക്കെ ഭ്രാന്ത് പിടിക്കും. പൊളിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നെക്സ്റ്റ് എന്ത് ചെയ്യും എന്നുള്ള കൺഫ്യൂഷനിലായിരിക്കും. ഇപ്പോൾ പിന്നെ കുഴപ്പമില്ല. ഏട്ടൻ ഡ്യൂട്ടിക്ക് പോകുകയാണെങ്കിൽ അവിടെ നിന്ന് കഴിച്ചുകൊണ്ട് വരും. നമുക്ക് എന്തെങ്കിലുമൊക്കെ തട്ടിമുട്ടി ബ്രെഡ് അങ്ങനെ കഴിച്ചു. പക്ഷെ കുഞ്ഞമ്മയ്ക്ക് സ്കൂളിൽ പോയി തുടങ്ങുമ്പോഴാണ് നമുക്ക് ശരിക്കും ഭ്രാന്ത് വരിക. കാരണം സ്കൂളിൽ പോകാനുള്ള ടൈം, പിന്നെ ബസ്, അങ്ങനെ ഇങ്ങനെ കറക്റ്റ് ടൈമിലെല്ലാം ചെയ്ത് തീർക്കണ്ടേ. ഇപ്പോഴാണ് ഗൈസ് എനിക്ക് മനസ്സിലായത്. നമുക്കപ്പോൾ ഇനി റെഡ് ചട്നി ഉണ്ടാക്കാം കേട്ടോ. എനിക്കും കുഞ്ഞാപ്പിക്കും ഉള്ളത് മതി. അപ്പം ഞാൻ ഒരു സവാളയും ഒരു തക്കാളി എടുത്തിട്ടുള്ളൂ ഗൈസ്. അപ്പം നമുക്ക് ഉണ്ടാക്കാം ഗൈസ്. അങ്ങനെ നമ്മൾ ചട്നി അരച്ചിട്ടുണ്ട്. ഞാൻ ഈ ചട്നി അങ്ങനെ താളിക്കാറില്ല കേട്ടോ. ഇതെനിക്ക് ഇങ്ങനെ തന്നെ ഇഷ്ടം. താളിക്കേണ്ട ആവശ്യം വരുന്നില്ല. മറ്റേ വെള്ള ചട്നി ഇല്ലേ, നമ്മുടെ തേങ്ങ അരച്ചിട്ടുള്ള ചട്നി, അതൊക്കെ ആകുമ്പോഴാണ് ഞാൻ താളിക്കാറ്. ഇത് ഞാൻ താളിക്കാറില്ല. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കണം. കുഞ്ഞാപ്പി ഇപ്പോഴും നല്ല ഉറക്കാട്ടോ. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം ഗൈസ്. ഇവിടെ ഒരാളെ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഹലോ ഗായ്സ്, ബച്ചത്ത് ഞാൻ നമുക്ക് ഞാൻ എണീറ്റു. ഇനി നമ്മള് ദോശ കഴിക്കാൻ പോവാ. അമ്മ ദോശ കഴിച്ചു. പിന്നെ കുഞ്ഞാപ്പി കഴിക്കും. അങ്ങനെ നമ്മുടെ ഡാൻസ് പ്രാക്ടീസ് കഴിഞ്ഞു. കുറച്ച് കളിക്കുമ്പോൾ ഇത്രയും വയർത്തു. പിന്നെ സ്റ്റേജിൽ ഇത്രയും ഡാൻസ് കളിക്കുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്ന് ഞാൻ ആലോചിക്കണം. ഓക്കെ, അപ്പോൾ ഇനി അത് കഴിയട്ടെ. ഇനി നമുക്ക് പച്ചക്കറി സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകണം നാളത്തേക്ക്. പിന്നെ അതിനായിട്ട് മുന്നേ നമുക്ക് ഡ്രസ്സ് കഴുകാനിടാം ഗൈസ്. അപ്പോൾ നമുക്ക് ഡ്രസ്സ് കഴുകാൻ പോവാം. ഇനി നമുക്ക് തുണികൾ കഴുകാം. ഇഷ്ടം പോലെ തുണികളുണ്ട് ഗൈസ് കഴുകാൻ വേണ്ടിയിട്ട്. അതിനായിട്ട് മുന്നേ നമുക്ക് ബെഡൊന്ന് വിരിക്കാം. ഇത് വിരിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഇവിടെ വന്നിട്ട് ഞാൻ വിരിച്ചിട്ട വീണ്ടും ഇത് വന്ന് അലങ്കോലാക്കും. അപ്പൊ പിന്നെ എന്നാലും വിരിക്കാം. എന്ത് പറഞ്ഞിട്ടുണ്ട്, എന്ത് കട്ടിട്ട് വിരിക്കാൻ ഗായ്സ്.
ഇതാ ഈ ലോണ്ടറി ബാഗ് ഫുള്ള് കഴുകാനുള്ളത്. അപ്പൊ കഴുകാനിട്ടിട്ട് വരാം. ഇവിടെ ഉണ്ടല്ലോ നമുക്ക് തുണി കഴുകാൻ വെച്ചിട്ട് ഭയങ്കര പാടാണ്. നമ്മളിപ്പോ ബാൽക്കണിയിലാണല്ലോ ഇത് എടുത്തേക്കണത്, എന്തുട്ട് നമ്മുടെ വാഷിംഗ് മെഷീൻ വെച്ചേക്കണത്. അപ്പൊ ഈ വാഷിംഗ് മെഷീന്റെ അവിടെ നിന്ന് കുഞ്ഞാപ്പി നീങ്ങ കാണിച്ചു കൊടുക്കും. ഇതാ ഇങ്ങനെ ഇങ്ങനെ ഇത്രയും ഇത് ഭയങ്കര നീളമുണ്ട് കേട്ടോ. ഇത്രയും നീളം, എത്രയാ 15 മീറ്ററിന്റെ ആ ഒരു ഇത് ഡ്രെയിൻ പൈപ്പ് വാഷ്റൂമിലേക്ക് ഇട്ടിട്ടാണ് നമ്മൾ ആ വെള്ളം കളയണത്. അപ്പൊ തുണി കഴുകാന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ല. ഇപ്പൊ ഇതും പൊക്കി പിടിച്ചിട്ട് അങ്ങോട്ട് പോകണം, പിന്നെ വീണ്ടും ഇത് കഴിയുമ്പോൾ പൊക്കി പിടിച്ചിട്ട് ഇങ്ങോട്ട് ഇടണം. അയ്യോ പ്രാന്ത് പിടിക്കും നമുക്ക്. ഇനി നമുക്ക് സോപ്പും പൊടി ഇടാം. അത് അവിടെ കിടന്നാവുമ്പോഴേക്കും നമുക്ക് കഴുകിയിട്ട തുണികൾ എടുക്കണേ. എന്താടാ? ആ കുടിച്ചോട്ടെ വെള്ളം. ഗുഡ് ഗേൾ. ഇനി ഇതിന്റെ ഈ പ്ലഗ് ഉണ്ടല്ലോ, ഇതാ ഇതിന്റെ ബാക്കിൽ വന്ന് കുത്തണം ഗൈസ്. ഇതിന്റെ ബാക്കിൽ വന്നിട്ട് നമ്മൾ കുത്തണം. ഇവിടെ ഒരു സ്വിച്ച് ബോർഡ് വെച്ചിട്ടുണ്ട്. നമ്മൾ അവിടെ വന്നിട്ട് കുത്തണം. വലിയൊരു പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ്, പ്രോസസ്സിന്റെ ഒടുവിലാണ് നമ്മൾ എന്താ പറയാ, വാക്കുകളൊന്നും കിട്ടുന്നില്ല, നമ്മുടെ തുണി കഴുകൽ പരിപാടി നടക്കണം. ഞാൻ അവിടെ തുണികൾ കഴുകാൻ ഇട്ടിട്ടുണ്ട്. അപ്പൊ ആ സമയം കൊണ്ട് നമുക്ക് പച്ചക്കറികളും നാളത്തെ സാധനങ്ങളൊക്കെ മേടിക്കാം. നമ്മള് കാറിലാണ് പോണേ. പോവാം. ഇനി വന്നിട്ട് വേണം എനിക്ക് അടിച്ച് വാരി വീടൊക്കെ ഒന്ന് തുടയ്ക്കാൻ. പിന്നെ ചോറ് ഓൾറെഡി ഉണ്ട് കേട്ടോ വീട്ടില്. അപ്പൊ വന്നിട്ട് കറി വെച്ചാൽ മതി. കറി ഞാൻ വിചാരിക്കുന്നത് കഞ്ഞിയും പയറും ആക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് വരാം. അപ്പൊ കുറുമ്പാണിക്കാണ്ടിരിക്കും. നമ്മളങ്ങനെ വീട്ടില് വന്ന് പയറ് അടപ്പത്തിട്ടിട്ടുണ്ട്. ഇനി നമുക്ക്, ഞാൻ പോകുമ്പോൾ തുണി വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടാണല്ലോ പോയിരുന്നത്. അപ്പൊ ഇപ്പൊ ഒരു തവണ അലക്കിയിട്ടുണ്ട്. ഇനി അതൊന്നുകൂടെ ഒന്ന് വാഷ് ചെയ്തിട്ട് നമുക്കത് ഇടണം. പിന്നെ അപ്പോഴേക്കും ഏട്ടൻ വരും. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കും. അങ്ങനെ കുഞ്ഞാപ്പിന്റെ ഇവിടെ എന്തൊക്കെയോ ഉറുമ്പ് കാണിക്കുന്നുണ്ട്. നീ എന്നിട്ട് ചെയ്യണേ? എന്നിട്ട് കഴിക്ക? എന്തിനാ അതൊക്കെ ചെയ്യണേ? അല്ല പോവാണ്ടാട്ടാ ഗൈസ്. ഞാൻ ഇതാണ് പറഞ്ഞത്, കണ്ട ഇവിടെ നിന്ന് അങ്ങട് അവിടെ വരെ ബാത്റൂമിന്റെ അവിടേക്ക് വരെ നമ്മള് ഈ വയറ് ഈ ഡ്രെയിൻ പൈപ്പ് ഇടും. എനിക്ക് ദോശ, ഏട്ടന് ചോറും പപ്പടവും, പിന്നെ രാവിലത്തെ ചമ്മന്തി. അപ്പോൾ നമുക്ക് ലഞ്ച് കഴിച്ചിട്ട് വരാം. ഈ വോയിസിന് എന്ത് പറ്റിയെന്ന് അറിയില്ല, ഇത് റെക്കോർഡ് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഇതിൽ പറഞ്ഞു, നമുക്ക് 2 ബർത്ത്ഡേ പാർട്ടി ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് കുഞ്ഞാപ്പിനെ പറഞ്ഞു വെച്ചിട്ട് അടുത്ത ബർത്ത്ഡേ പാർട്ടി ഞാനും ഏട്ടനാണ് പോണത്. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് കുഞ്ഞാപ്പിനെ ഏട്ടൻ കൊണ്ടാക്കാൻ പോയേക്കാണ്. ഇനി നമുക്ക് നമ്മുടെ ബർത്ത്ഡേ പാർട്ടിക്ക് പോകാം ഗൈസ്. भगवान अपनी कृपा बनाए रखना। ഞാനിത് കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു കേട്ടോ. അതായത് ചേച്ചി വാവയുടെ കാലിൽ തൊട്ട് തൊഴുന്നത്. ഇപ്പോഴും ചിലയിടത്തൊക്കെ പെൺകുട്ടികളാണ് ജനിച്ചതെങ്കിൽ കളയുന്നവരുണ്ട്, ചിലവർ കൊല്ലുന്നവരുണ്ട്. അപ്പൊ അതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ കണ്ടപ്പോഴുണ്ടല്ലോ എനിക്ക് ഭയങ്കര അത്ഭുതമായി പോയി കേസ്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. പാർട്ടിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമുക്ക് നാളത്തേക്കുള്ള കുറച്ച് പച്ചക്കറികളൊക്കെ കട്ട് ചെയ്ത് വെക്കാന്ന് വിചാരിച്ചപ്പോൾ നാളെ രാവിലെ എണീക്കുമ്പോൾ കുറച്ചുകൂടി സുഖമായിരിക്കുമല്ലോ. അപ്പോൾ നമുക്കിനി പച്ചക്കറികൾ കട്ട് ചെയ്യാൻ കഴിയും. ഓണത്തലേന്നുള്ള ഓണത്തിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറികൾ ഓണത്തലേന്ന് നമുക്ക് കട്ട് ചെയ്ത് വെക്കാം.
ഗൈസ്, അപ്പം നമുക്ക് ആദ്യം നമുക്ക് ഇത് ക്യാബേജ് അരിയാം. ഇത് ഞാൻ ഈ ചോപ്പറിൽ ഇട്ടിട്ടാണ് ചെയ്യാൻ. അപ്പം നമുക്ക് പെട്ടെന്നാവും. അപ്പം ഞാനിതൊന്ന് കഴുകിയിട്ട് വരാം. ഇത് ചെറുതാക്കിയിട്ട് ഈ ചോപ്പറിലേക്ക് ഇടാം കേട്ടോ, അല്ലെങ്കിൽ ഇത് ചോപ്പാവാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. ചോപ്പ് ഇത് കഴിഞ്ഞിട്ട് ഞാൻ വരാം. ഗൈസ്, അപ്പം നമ്മുടെ ഈ ക്യാബേജിൻ്റെ പരിപാടികൾ കഴിഞ്ഞു. ഇനി അവിയലിനുള്ള പച്ചക്കറികൾ കട്ട് ചെയ്യണം. പിന്നെ സാമ്പാർ ഞാൻ അപ്പം ആ സമയത്ത് കട്ട് ചെയ്യുള്ളൂ കേട്ടോ. അവിയലിനുള്ളത് നമുക്ക് കട്ട് ചെയ്യാം. ഞാൻ അവിയൽ, സാമ്പാർ, ഈ ക്യാബേജ്, ചോറ്, പായസം അത്ര മാത്രമേ വയ്ക്കുന്നുള്ളൂ. അപ്പോൾ ക്യാബേജിൻ്റെ കഴിഞ്ഞു. ഇനി നമുക്ക് അവിയലിൻ്റെ കട്ട് ചെയ്യാം. ആദ്യം നമ്മൾ ക്യാരറ്റാണ് കട്ട് ചെയ്യണേ. സംഭവം ഇത് നാളെ രാവിലെ ചെയ്യാമെന്നുള്ളൂ. പക്ഷെ കുഞ്ഞാപ്പയുള്ള കാരണം നമുക്കേ എല്ലാം ഒരുമിച്ച് ചെയ്യാൻ പറ്റുമെന്നൊരു പേടി. കുഞ്ഞാപ്പ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഏട്ടനുണ്ടെങ്കിൽ എനിക്ക് തന്നെ, ഏട്ടൻ ഇവിടെ ഉണ്ടെങ്കിലും എനിക്ക് നാളെ രാവിലെ ഇത് കട്ട് ചെയ്ത് വെച്ചാൽ മതി. പക്ഷെ കുഞ്ഞാപ്പയുള്ള കാരണം എനിക്ക് നല്ല ടെൻഷനാണ്. കാരണം അവളെ എന്തൊക്കെ കുരുത്തക്കേടാണ് കാണിക്കാമെന്ന് അറിയില്ല. കണ്ണ് തെറ്റിയപ്പോൾ കുരുത്തക്കേട് മാത്രമേ ഉള്ളൂ. കുരുത്തക്കേട് കാണിക്കുന്ന ലെവലിൽ അപകടങ്ങളൊക്കെ വരുത്തി വയ്ക്കും എന്നുള്ളൊരു പേടി എനിക്ക്. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏട്ടനുണ്ട് കൂടെ. അപ്പം ഇപ്പം ഇത്രയും ചെയ്ത് കഴിഞ്ഞ് നാളെ കുറച്ച് പണി എളുപ്പമായല്ലോ. അപ്പം അതാണ് ഇപ്പം ഇരുന്നിട്ട് പറ്റുന്നത്രയും കട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് ഗൈസ്. അപ്പോൾ ആദ്യം അവിയലിനുള്ളത് ഒരു നമ്മളധികം ഉണ്ടാക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഒരു ക്യാരറ്റ് അവിയലിനും ഒരു ക്യാരറ്റ് സാമ്പാറിനും വേണ്ടിയിട്ടാണ് കട്ട് ചെയ്യണത്. അപ്പോൾ ഇത്രയും ഞാൻ കട്ട് ചെയ്യുന്നുള്ളൂ. ബാക്കി പൊട്ടാറ്റോ ഒക്കെ ഇപ്പോൾ കട്ട് ചെയ്ത് വെച്ചാൽ ഇങ്ങനെ കറുത്ത കളർ വരില്ലേ. അപ്പോൾ പൊട്ടാറ്റോ നാളെ രാവിലെ, ഉള്ളി പിന്നെ ആ സമയത്ത് ചെയ്യുള്ളൂ. പിന്നെ ഇനി അടുത്തത് വലിയ ടാസ്ക്കാണ് ചെറിയുള്ളി കട്ട് ചെയ്യാനാണ്, തൊലി പൊളിക്കാനാണ് ഏറ്റവും വലിയ ടാസ്ക്. അപ്പം അതുകൂടി കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. പിന്നെ നാളെ രാവിലെ നമുക്ക് സദ്യ ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ നമ്മുടെ ഈ കേക്ക് കട്ടിങ് എന്ന് പറയണത് ഇന്ന് ഫുള്ള് ബർത്ത്ഡേ പാർട്ടികളായിരുന്നു. അതിൽ കേക്ക് കട്ടിങ് ആയിരുന്നു. നമ്മുടെ ക്യാരറ്റൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ചെറിയുള്ളിയാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആ സമയം കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫേസ് പാക്ക് ഇടാമെന്ന്. അപ്പോൾ ഇത് കഴിയുമ്പോഴേക്കും ഇതും ഉണങ്ങും. ഇതാട്ടോ കുഞ്ഞാപ്പി പകുതിയാക്കി. ഇതാണ് കുഞ്ഞാപ്പി താഴെയിട്ട് കളിച്ചത്. ഞാൻ അവിടെ എടുക്കുമ്പോൾ അപ്പുറത്തെ റൂമിൽ പോയിട്ട് ഞാൻ ആ ഷോർട്സ് ഇട്ടിട്ടുണ്ട്. ഷോർട്സ് കണ്ടവർക്ക് മനസ്സിലാവും. ഇത് എനിക്ക് നല്ല ഒരു ഇതായിട്ട് തോന്നി കേട്ടോ, പാക്കായിട്ട് തോന്നി. ടാനൊക്കെ കുറച്ച് റിമൂവ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഫേസാണെങ്കിൽ ഭയങ്കരമായിട്ട് ടാൻ അടിച്ചിട്ട്, ഇവിടെ ഒക്കെ ഭയങ്കരമായിട്ട് ടാൻ അടിച്ചിരിക്കുക. അപ്പോൾ ഇതും പറ്റി ഞാൻ എങ്ങനെയുണ്ട്, ക്രിസ്മസ് അപ്പത്തിനെ പോലെ ഉണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതും പരട്ടിയിട്ട് ഞാൻ ചെറിയുള്ളി ആട്ടെ, ചെറിയുള്ളിയാണേ, ചെറിയുള്ളിയുടെ ഒക്കെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഞാൻ വരാം. ഇത് ഇട്ടാൽ പിന്നെ സംസാരിക്കാൻ ഇതൊന്നല്ല, ഇത് ഫേസ്ബുക്ക് ഇട്ടാലും നമ്മൾ സംസാരിക്കാൻ പാടില്ല. അപ്പോൾ ഗൈസ് ഇനി ഞാൻ മിണ്ടുന്നില്ല. അപ്പോൾ ഞാൻ ഉള്ളിയൊക്കെ സെറ്റ് ആക്കിയിട്ട് വരാം ഗൈസ്. അച്ഛൻ അവിടെ തുണിയിലാണ്ട് വാടാ. അപ്പോ തുണിയിലാണ്ടോ ഗൈസ്. മോളൊന്നും തുണിയില്ല. എൻ്റെ പൊന്നോ, എൻ്റെ ചാനൽ അടിച്ചു പോവും. പോയോ കുഞ്ഞാപ്പി? അങ്ങനെ ഗൈസ് കുളിച്ച് സെറ്റായി. നാളെ രാവിലെ എണീറ്റ് നമുക്ക് സദ്യയുടെ പരിപാടികൾ തുടങ്ങാം. എനിക്ക് ഇല കിട്ടിയിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് ഇലയിൽ കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ ഉള്ളൊരു ഷിജില എന്ന് പറഞ്ഞ ചേച്ചിയുടെ വീടിൻ്റെ ബാക്കിൽ വാഴയിലുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഇന്ന് വെട്ടി അവർ തന്നു. അപ്പം നാളെ ഇനി അതിലാണ് കഴിക്കാൻ പോണത്. സോ നാളെ നമുക്ക് കാണാം. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.